ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടിലൻ വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും 10 രൂപയുടെ ഒരു പാക്കറ്റ് മാഗി ഉണ്ടാവും അല്ലേ. ആ ഒരു മാഗി വെച്ചിട്ട് ഒരു വെറൈറ്റി പിസയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിസ്സ ബേസ് റെഡിയാക്കി എടുക്കണം. ആ ഒരു ബേസ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ ഒരു പാക്കറ്റ് മാഗി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 10-12 രൂപയായിട്ടാണല്ലേ ഈ ഒരു പാക്കറ്റ് മാഗിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പിസ്സ വേണോ അതിനനുസരിച്ചിട്ട് മാഗി കൂടുതൽ എടുക്കണം. ഞാനിപ്പോൾ ഒരു നോർമൽ സൈസുള്ള പിസ്സയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നോർമൽ മാഗി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാമല്ലോ മാഗി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്, അത് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ പാക്കറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ ഇതിലുള്ള മസാല പൗഡർ ഉണ്ടല്ലോ, ഈ ഒരു പാക്കറ്റിലുള്ള ആ പൗഡർ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോർമലി കുറച്ചൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു പിസ്സ റെഡിയാക്കാൻ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സ ബേസ് റെഡിയാക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മാഗിയല്ലേ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലൊരു ചെറിയ പാത്രത്തിലാണ് ബേസ് റെഡിയാക്കുന്നത്. കാരണം ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പാക്കറ്റ് മാഗി എടുക്കുന്നോ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബേസ് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട പിസ്സ ഏത് വലുപ്പത്തിലാണോ പിസ്സ വേണ്ട ആ ഒരു അനുസരിച്ചൊരു പാത്രം എടുക്കുക. അതേ ഒരു മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ ചിക്കനും ബീഫൊന്നും വേണമെന്നൊന്നും ഇല്ല. കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുത്ത് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇല്ലാതെയാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചിരുന്നത് സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇതാ നമ്മുടെ മാഗി നന്നായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വെന്ത് വരുന്ന സമയത്താണ് ഞാൻ ഈ മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഈ മാഗി റെഡിയാക്കുന്ന സമയത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ മാഗി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ മാഗി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇതുപോലെ സ്പൂൺ വെച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബേസ് ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റാൻ പാടില്ല കേട്ടോ, എങ്കിലേ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേസ് ഉണ്ടല്ലോ, അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വിടിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുക കേട്ടോ. അല്ലാതെ നമുക്ക് മുറിഞ്ഞു പോവോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുമ്പം തന്നെ നല്ലൊരു സെറ്റായിട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ബേസായിട്ട് തന്നെ വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും വെള്ളമില്ല തന്നെ ഡ്രൈ ആക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. എങ്കിൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് നല്ലപോലെ സെറ്റായിട്ട് വന്നോളൂ. നമ്മുടെ ഈ ഒരു പിസ്സയുടെ ബേസ് കാണാൻ തന്നെ ഭയങ്കര മൊഞ്ചാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്വയറിൻ്റെ പാനൊക്കെ ആണെങ്കിൽ സ്ക്വയർ പാത്രത്തിലൊക്കെയാണ് ഈ ഒരു മാഗി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പൊക്കെ മാറ്റും. പല മോഡൽ പാത്രങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്തെടുക്കുക. ഇനി അടുത്തത് നമ്മുടെ സാധാ നോർമൽ പിസ്സക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് പിസ്സ സോസ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ചിക്കൻ പിസ്സയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സെയിം വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമലി പിസ്സക്ക് ഇടുമല്ലോ അതുപോലെ തന്നെ.
ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ, എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ്, ഗ്രീൻ, യെല്ലോ ഏത് കളേഴ്സും എല്ലാം വേണ്ടിക്ക് ഇടുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ ബീഫ് ഫ്രൈ ചെയ്തിട്ടോ ഒക്കെ ഇടണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് പിസയ്ക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റമാണ് ഒറിഗാനോ. ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ. അതും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടുന്നതായിട്ട് ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൊസറല്ല ചീസാണ് പിസക്ക് പൊതുവേ എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ബ്ലോക്സ് ആയിട്ടുള്ള ചീസ് ആയതുകൊണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ട താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ചിലവർക്ക് ഓവർ വലിയുന്ന ടൈപ്പ് ഇഷ്ടം ഉണ്ടാവില്ല, ചിലവർക്ക് നന്നായിട്ട് വലിയണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചീസിൻ്റെ മുകളിലും വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയായിക്കഴിഞ്ഞാൽ നമ്മുടെ പിസയുടെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം, ചീസൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ, കാരണം മാഗിയൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം, എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം വെറും 5 മിനിറ്റ് മാത്രമേ, 5-6 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. നല്ലപോലെ ചൂടായിട്ട് ചീസൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 5-6 മിനിറ്റൊക്കെ ആയ സമയത്ത് കണ്ടില്ല നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽട്ടായിട്ട് പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. ഇനി നമുക്ക് ഈ ഒരു പിസ്സ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതോ ഇത് കട്ടായി പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ല, ഞാൻ ഈസി ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ പിസ്സ എങ്ങനെ നമുക്ക് എടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു രീതിക്ക് തന്നെ പറ്റും കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ വെറുതെ പറയല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലെന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, കാരണം നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. മാഗിയൊക്കെ ഒട്ടുമിക്ക വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്